നമസ്കാരം. തനിനിർ ന്യൂസിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തെളിവെടുപ്പിനെത്തിച്ച മുഖ്യപ്രതി അഷ്കർ ജനരോഷത്തിന്റെ ചൂടറിഞ്ഞു. പ്രതിയെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായി പാഞ്ഞെടുത്തത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തെളിവെടുപ്പിനെത്തിച്ച മുഖ്യപ്രതി അഷ്കർ ജനരോഷത്തിന്റെ ചൂടറിഞ്ഞു. പ്രതിയെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു നാട്ടുകാർ രോഷാകുലരായി പാഞ്ഞെടുത്തത്. പ്രതിക്ക് നേരെ പൊട്ടിത്തെറിച്ച നാട്ടുകാർ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടത്തി. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി മടങ്ങിയത്. രാവിലെ 11:15 പോലീസ് സംഘം അഷ്കറുമായി കരിക്കുഴിയിലെ വാടക വീട്ടിലെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത വലിയ തോതിൽ പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. വീടിനകത്തും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രകോപിതരായ നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. കേസിലെ മറ്റൊരു പ്രതിയായ കുട്ടിയുടെ അമ്മ അഖിലയെ ഈ സമയം തെളിവെടുപ്പിന് എത്തിച്ചിരുന്നില്ല. നാട്ടിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് നടക്കുന്നതെന്ന് പറഞ്ഞ നാട്ടുകാർ നിയമത്തെ ചോദ്യം ചെയ്തതല്ല, മറിച്ച് തങ്ങളുടെ പ്രതിഷേധമാണ് അറിയിച്ചതെന്നും വ്യക്തമാക്കി. 1.5 വയസ്സുകാരനായ കുഞ്ഞിനെതിരെ പ്രതി കാണിച്ച മനുഷ്യത്വരഹിതമായ ക്രൂരതയ്ക്കെതിരെ സ്വാഭാവിക പ്രതിഷേധമാണ് ഉണ്ടായതെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. 51ഓളം മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത്. അതേസമയം പ്രതി അഷ്കറിനെതിരെ ഇയാളുടെ മർദ്ദനമേറ്റ് കിടപ്പിലായ ആദ്യ ഭാര്യയും കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ ടിനി ടോം സാമൂഹിക വിപത്താണെന്ന് നടി ഹൻസിബ ഹാസൻ. ടിനി ടോം തെറ്റ് ചെയ്തത് തന്നോട് മാത്രമല്ല, മതനിരപേക്ഷമായ ഒരു സമൂഹത്തിനോടും കൂടിയാണെന്ന് നടി കൂട്ടിച്ചേർത്തു. നടിയും അമ്മ വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തറ വനിതാ SI VR രേഷ്മയ്ക്കുമെതിരായ പരാതിയിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു ഹൻസിബയുടെ പ്രതികരണം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് ഹൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതി തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് മലയാളികൾക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി എന്നും ഹൻസിബ പറഞ്ഞു. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണമെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു. ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നാരോപിച്ച് ഹൻസിബ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. മതപരിവർത്തനം, അവിഹിതം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ടിനി ടോം തനിക്കെതിരെ അമ്മയിലും പുറത്തും പ്രചരിപ്പിച്ചെന്നും ഹൻസിബ ആരോപിച്ചു. ടിനി ടോം പ്രധാന വേഷത്തിലെത്തിയ ഹൻസിബയും അഭിനയിച്ച ഒരു സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന രാജീവ് കുടപ്പനക്കുന്ന് എന്നയാളുടെ മകനെ ഹൻസിബ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ടിനി ടോം പ്രചരിപ്പിച്ചതായി നടി ആരോപിച്ചിരുന്നു. എന്നാൽ പ്രചാരണം വ്യാജമാണെന്ന് വെളിപ്പെടുത്തി രാജീവും മകനും രംഗത്തെത്തിയിരുന്നു. ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. കാട്ടാന വീട്ടുമതിൽ തകർത്തു. ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥ. പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലാണ് കാട്ടാന ഇറങ്ങി നാശനഷ്ടം സൃഷ്ടിക്കുന്നത് പതിവാകുന്നത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വീട്ടുമതിൽ തകർത്തു. കൃഷിയിടങ്ങളിലും നാശനഷ്ടം സൃഷ്ടിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലാണ് കാട്ടാന ഇറങ്ങി നാശനഷ്ടം സൃഷ്ടിക്കുന്നത് പതിവാകുന്നത്. അർദ്ധരാത്രിയിൽ പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന നെയ്യൻ വീട്ടിൽ റിൻസണിന്റെ വീട്ടുപറമ്പിലെത്തിയ കാട്ടാന വീട്ടുമതിൽ തകർത്തു. പറമ്പിലെ നിരവധി വാഴകളും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണെന്നും പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ വേണമെന്ന ആവശ്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ വീട്ടുപറമ്പിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ ഗൃഹനാഥൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ഉതുവടി നിവാസികളുടെ ഭീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയുറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വയോധികർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. KCB സബ്സ്റ്റേഷന് മുന്നിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം, 2 പേർക്ക് പരിക്കേറ്റു. കാഞ്ഞാണി ഏനാമാവ് റോഡിൽ KSEB സബ്സ്റ്റേഷന് മുന്നിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം, 2 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്തുപറമ്പിൽ വീട്ടിൽ 17 വയസ്സുള്ള പ്രണവ്, കരുവന്തല സ്വദേശി
ചുക്കാശ്ശേരി വീട്ടിൽ 19-കാരൻ അഭിമന്യു എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് അപകടം നടന്നത്. ഇടറോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ പിക്കപ്പ് വാഹനത്തിലെ ജീവനക്കാരനും ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു യുവാവിനുമാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തു മറിഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപമാണ് അപകടം നടന്നത്. കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് മറിഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപമാണ് അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 12:30യോടെയായിരുന്നു അപകടം. ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത കാർ സമീപത്തെ ഭീമൻ മരത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന വടക്കാഞ്ചേരി പത്താങ്കല്ല് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ വാഹനയാത്രികരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്ന നിലയിലാണ്. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധവും തകരാറിലായി. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.